ഓൾ കേരള നടത്തിയിട്ടുള്ള ഒരു NMMS മോഡൽ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി നിൽക്കുകയാണ്. എനിക്കൊരു ആസ്ട്രോണമർ ആവാനാണ് ആഗ്രഹം. കോർ ഫൗണ്ടേഷൻ വേണം, സ്കൂൾ പഠനം മാത്രം പോരാ എന്നുള്ളൊരു കാര്യം എനിക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് IAST കയറണം എന്നുണ്ട്. എന്താ IAST? ഇപ്പം പല ആളുകൾക്ക് ഇപ്പോൾ IAST അറിയുന്നുണ്ടാവില്ല, പക്ഷേ എന്തുകൊണ്ട് നെഷ്വക്ക് അങ്ങനെ ഒരു ആഗ്രഹം? IAST എന്ന് പറയുമ്പം ഇന്ത്യൻസ് ISROന്റെ ഡയറക്റ്റ് ആയിട്ട് കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ് 1 ഇയറിലോട്ടുള്ള നെഷ്വക്കുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ 9th സ്റ്റാൻഡേർഡിലോട്ട് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ കറൻ്റ്ലി 8th സ്റ്റാൻഡേർഡിൽ NMMSനൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നെഷ്വയുടെ വീട്ടിലാണ്. അപ്പോൾ നെഷ്വയെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഫാമിലിയോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നെഷ്വ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പിടിച്ച് നിർത്തിയിട്ടാണല്ലേ, ഒരു സ്കൂളിലൊക്കെ എക്സാമുകൾ നടക്കുകയാണ്, NMMSൻ്റെ പ്രിപ്പറേഷൻസ് നല്ല അടിപൊളിയായിട്ട് പോവുകയാണ്. ഇപ്പോൾ NMMSൻ്റെ ഡേറ്റ് നീട്ടിയില്ലേ? അപ്പോൾ നീട്ടിയപ്പം സന്തോഷമായോ സങ്കടമായോ? സന്തോഷമായി. എന്ത് സന്തോഷമായി? കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ NMMSന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ട് NMMSൻ്റെ പ്രിപ്പറേഷനൊക്കെ പോകുന്നു? നന്നായി പോകുന്നു. ഈ കുറച്ച് ടോപ്പിക്സ് കൂടി ഒന്നുകൂടി പഠിച്ച് തന്നെ കുറച്ചുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. ഒന്നുകൂടി റെഡിയാക്കാനുണ്ട്. ലാസ്റ്റ് കുറച്ചുകൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് സെറ്റ് ആക്കാനുണ്ട്. അതൊക്കെ ചെയ്താൽ ഫുൾ റെഡിയായി. ഓക്കെ. അപ്പോൾ ഇപ്പം എക്സാമുകൾ നടക്കണ്ടല്ലേ, മോഡൽ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ നെഷ്വ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്തത് മാത്രമല്ല, ഇന്ന് ഞങ്ങളിവിടെ വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ഓൾ കേരള നടത്തിയിട്ടുള്ള ഒരു NMMS മോഡൽ എക്സാമിൽ നെഷ്വ ഫസ്റ്റ് റാങ്ക് വാങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ കാര്യമില്ല, കാരണം ഒരുപാട് 10,000-കണക്കിന് സ്റ്റുഡൻസ് എഴുതുന്ന എക്സാമുകളാണ്. NMMS എക്സാം അത്രമാത്രം ആൾക്കാർ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എക്സാമിൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വാങ്ങി എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് നെഷ്വനെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നെഷ്വൻ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മുടെ 9th ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് നമ്മുടെ ഒരു എക്സാം വൈഡിലോട്ട് വരാൻ, ഒരു ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടാവാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ആസ്ട്രോണമർ ആവാനാണ് ആഗ്രഹം. അപ്പം ഞാൻ കുറച്ച് അതിനെ പറ്റിയിട്ടൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞത്, ഒരു ആസ്ട്രോണമർ ആവണമെങ്കിൽ ഒരു കോർ ഫൗണ്ടേഷൻ വേണം, സ്കൂൾ പഠനം മാത്രം പോരാ എന്നുള്ളൊരു കാര്യം എനിക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു ഫസ്റ്റ് ട്രയൽ തന്നെ ആ ഒരു എയിം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എയിമായിരുന്നു. ഓക്കെ. അപ്പോൾ ഭാവിയിൽ എന്തായാലും ഒരു സ്പേസ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചൊക്കെ പോയിട്ട് ഒരു ആസ്ട്രോണറ്റ് ആവണം എന്നാണ് ആഗ്രഹം. ആസ്ട്രോണമർ ആവണം എന്നാണ് ആഗ്രഹം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ +1 +2 ഒക്കെ എല്ലാവരും നമ്മളിങ്ങനെ പോകും. പിന്നെ +2 കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതുപോലത്തെ പല ഫീൽഡിലോട്ട് തിരിയുക. അപ്പോൾ നെഷ്വക്ക് ഏതെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക കോളേജിൽ പോയി പഠിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്ക് IAST കയറണം എന്നുണ്ട്. എന്താ IAST? ഇപ്പം പല ആളുകൾക്ക് ഇപ്പോൾ IAST അറിയുന്നുണ്ടാവില്ല, പക്ഷേ എന്തുകൊണ്ട് നെഷ്വക്ക് അങ്ങനെ ഒരു ആഗ്രഹം? IAST എന്ന് പറയുമ്പം ഇന്ത്യൻസ് ISROന്റെ ഡയറക്റ്റ് ആയിട്ട് കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ആയതുകൊണ്ട് എനിക്ക് അവിടെ പോയി പഠിച്ചാൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. ISROയിൽ പോകാൻ താല്പര്യം ഉണ്ടോ? ഓക്കെ. അപ്പോൾ ശരിക്കും ISROയിൽ പോകാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേകളിൽ ഒന്നാണ് IASTയിൽ പോയി പഠിക്കുക എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരുവിധ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല, IAST എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നുള്ളതും. ആക്ച്വലി അത് എവിടെയാണുള്ളത്? നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. നാഷണൽ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട്. അത് ISROയുടെ അണ്ടറിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വളരെ കുറഞ്ഞ സ്റ്റുഡൻസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ISROയിലോട്ട് അവിടെ നിന്ന് എനിക്ക് ഒരു കുറേ ആളുകൾക്ക് ISROയുടെ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് പ്രോസസ്സാണ്. ISROയുടെ എക്സാം എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ അല്ലേ, അപ്പോൾ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകാൻ എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര നല്ലൊരു ഡ്രീമാണ്. അപ്പോൾ IASTയിലൊക്കെ പഠിച്ച് നമ്മളിങ്ങനെ ISROയിലൊക്കെ എത്തി. ഇപ്പം മേ ബി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ISROയുടെ നെക്സ്റ്റ് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന അടുത്തൊരു ചന്ദ്രയാൻ്റെ നെക്സ്റ്റ് മിഷനൊക്കെ ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് തലപ്പത്ത് നിൽക്കുന്ന ആ ലീഡേഴ്സിൻ്റെ കൂട്ടത്തിൽ നെഷ്വയുടെ പേരും നമുക്ക് കാണാൻ പറ്റും അല്ലേ? യെസ്. ഇപ്പോൾ 9th നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് അറിയുന്നത്? ഒരു ഫ്രണ്ട് പറഞ്ഞതാ. ഓക്കെ. സ്കൂളിലുള്ള ഫ്രണ്ടാണോ? അല്ല, ഉപ്പന്റെ ഫ്രണ്ട് പറഞ്ഞതാ. ഉപ്പന്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ഉപ്പന്റെ ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് എക്സാം ബൈയിലോട്ട് എത്തുന്നത്. അവരുടെ കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴ്സ് മെയിൻ കോഴ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നായിട്ട് ഇപ്പോൾ കുറേ ബേസിക് മാത്തും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? നല്ലതാണ്. പറയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ മാത്സിലൊരു ഇപ്പം പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ച് തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി ഒന്ന് ആക്കാനും അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള നല്ലൊരു
ടൂൾ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ മെൻറ്റേഴ്സ്, ഷാന മാമാണ് മെൻറ്റർ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോരുന്ന സമയത്തും മാം ഇങ്ങനെ കോൺടാക്ട് ചെയ്യാറുണ്ട്, എത്തിയോ, എന്തായി, കണ്ടോ, സംസാരിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മാമിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? മാം അടിപൊളിയാണ് പറയുമ്പോൾ. ലൈക്ക് വിളിച്ചാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെയല്ല, എനിക്ക് NMMSന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് വേണം. അപ്പം ഞാൻ മാമിനോട് പറയും, മാം എനിക്ക് ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സും ടൈമിൽ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വലിയൊരു ഹെൽപ്പാണ്. കാരണം പത്രം വായിക്കുന്നേക്കാൾ നല്ല അവിടെ ബുള്ളറ്റ് പോയിന്റ്സ് സമ്മറി ആയിട്ട് എനിക്ക് അയച്ചു തരുന്ന പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാം എന്തായാലും ഈ വീഡിയോ വരുന്ന സമയത്ത് കാണും. അപ്പോൾ മാമിനോട്, മാമിനെ പോലെ കുറേ മെൻറ്റേഴ്സ് ഉണ്ട് നമ്മുടെ എക്സാം പോലെയാണെങ്കിൽ ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതുപോലെ നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ വീണ്ടും ബെറ്റർ ആക്കാൻ പറ്റും, അവർക്ക് ഇനി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടിന്യൂസ്ലി ആലോചിച്ച് ആ രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് അല്ലേ, അവരിടുന്ന ഒരു എഫേർട്ടിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് അതിനൊരു അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, എക്സാം പോലെയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിന് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്കുകൾ. ഇപ്പോൾ നമ്മുടെ കോഴ്സ് സാധാരണ കോഴ്സിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിനേക്കാളും അഡീഷണൽ കണ്ടന്റ് ഉള്ളത്. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും അതുപോലെ നിങ്ങൾക്ക് സ്റ്റഡീസിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങളിൽ ഒരു വെൽക്കം കിറ്റും കൂടി തരിക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ആ വെൽക്കം കിറ്റ് ഞാനിപ്പോൾ നശ്വയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നെക്സ്റ്റ് 1 ഇയറിലോട്ടുള്ള നശ്വക്കുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ ഇത് എക്സാം വൈ ലേണിങ്ങിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു ഉപഹാരമാണ്, നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ടോപ്പർ ആയതിൻ്റെ. താങ്ക് യു. ഇത് സയൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സയൻസ് റിലേറ്റഡ് ഒരു കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. സ്പേസ് റോക്കറ്റ്.